അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്തവണത്തെ ഇലക്ഷൻ UDF തൂക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 102 ഇടങ്ങളിലാണ് UDF സീറ്റ് കിട്ടിയത്. LDF ആകെ കിട്ടിയത് 35 ഇടങ്ങളിൽ മാത്രം. എന്നാൽ NDAക്ക് കിട്ടിയത് 3 സീറ്റുകൾ മാത്രം. ശരിക്കും ഞാൻ ഇതിനും കൂടുതൽ സീറ്റ് NDAക്ക് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. മിനിമം ഒരു 10 സീറ്റെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. കാരണം അമ്മാതിരി പ്രചരണമാണ് അവർ നടത്തിയത്. ക്രെയിൻ കൊണ്ടുവരുന്നു, അതിന് മുകളിൽ മത്സരാർത്ഥിയെ കയറ്റി നിർത്തുന്നു, എന്തൊക്കെ കസരത്തുകളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ സോഷ്യൽ മീഡിയയിലുള്ള കാട്ടുകൂട്ടലുകൾ വേറെയും. ഇലക്ഷൻ പ്രചരണത്തിന് സമയത്ത് BJPക്കാർ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കായിരുന്നു അല്ലെ. ഇതൊക്കെ കണ്ട സമയത്ത് ഞാൻ മിനിമം ഒരു 10 സീറ്റെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആകെ കിട്ടിയത് 2 സീറ്റ് മാത്രം. എന്തായാലും ഈ ഇലക്ഷൻ സമയത്ത് BJPക്കാർ ഒരുപാട് ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഫണ്ട് ഇറക്കിയതിനൊന്നും ഫലം കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, കഴിഞ്ഞ ഇലക്ഷനെ അപേക്ഷിച്ചിടത്തോളം ഇവർക്ക് മെച്ചം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇവർക്ക് ഒരു സീറ്റ് പോലും കിട്ടിയിരുന്നില്ലല്ലോ. പക്ഷെ ഇത്തവണ ഇവർക്ക് സീറ്റ് കിട്ടി, മെച്ചപ്പെട്ടിട്ടുണ്ട് കാര്യം. മാത്രമല്ല തുടക്കത്തിൽ വോട്ട് എണ്ണി തുടങ്ങിയ സമയത്ത് 6 സീറ്റ് വരെ ഇവർ ലീഡ് നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലീഡ് പക്ഷെ എന്നെ ഞെട്ടിച്ചത് അതൊന്നുമല്ല, പാലക്കാടുള്ള ശോഭാ സുരേന്ദ്രന്റെ മുന്നേറ്റമാണ്. തുടക്കത്തിൽ 2000 ചില്ലാനും ലീഡിലാണ് ശോഭാ സുരേന്ദ്രൻ നിന്നിരുന്നത് അല്ലെ. അതും 2-3 മണിക്കൂറുകളോളം ശോഭാ സുരേന്ദ്രൻ ആ ലീഡ് നിലനിർത്തി എന്നുള്ളതാണ്. പക്ഷെ അവസാനം പിഷാരടി തന്നെ തിരിച്ചു പിടിച്ചു കേട്ടോ. 12,000 മുകളിൽ ലീഡ് നേടുകയും ചെയ്തു. എന്നാലും കുറച്ച് സമയത്തേക്കെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഒന്ന് പാലക്കാട് വിറപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ തോറ്റു പോയ സ്ഥിതിക്ക് ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് ശോഭാ സുരേന്ദ്രൻ തള്ളിയൊരു തള്ളു നമുക്കൊന്ന് കണ്ടുനോക്കാം. ജയിച്ചാൽ ആ രാത്രി ഞാൻ ഉറങ്ങില്ല. ഇനിയിപ്പോ സുഖമായിട്ട് ഉറങ്ങാലോ, കാരണം പൊട്ടിയില്ലേ, 8 നില പൊട്ടിയില്ലേ. ഇനിയിപ്പോ രാത്രി ഉറക്കോ എന്നുള്ള പേര് ശോഭ ചേച്ചിക്ക് വേണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങാം. ബാക്കി പറഞ്ഞാട്ടെ. ആ രാത്രിയിൽ ഞാൻ ആലപ്പുഴയിലെ ഒരു പക്ഷേ എന്റെ പാർട്ടി തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആയിരിക്കണമല്ലോ ഒരു ടിക്കറ്റ് തരിക. അപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ജയിച്ചതിന് ശേഷം മത്സ്യപ്രവർത്തകർക്കിടയിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, കുട്ടികൾക്ക് പുസ്തകം വാങ്ങാനില്ലാത്ത, അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്നറിയാത്ത, അവരെ എങ്ങനെ ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ ഉറക്കണം എന്നറിയാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്കിടയിലേക്ക് കടൽ തീരത്തുകൂടെ നടന്നു പോകണം എന്നാണ് എന്റെ സ്വപ്നം. വളരെ മികച്ചൊരു സ്വപ്നം. പക്ഷെ എന്ത് ചെയ്യാനാവും ശോഭ ചേച്ചി, തോറ്റു തൊപ്പി ഇട്ടില്ലേ. എന്തായാലും ആ സ്വപ്നത്തിലൊന്നും ഇനി ഒരു കുറവ് വരുത്തണ്ട. ചേച്ചിക്ക് ധൈര്യത്തിൽ ഇനി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ കൂടെ നടന്നു പോകാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ തലയിൽ ഒരു മുണ്ടിടണമെന്ന് മാത്രം. എന്തായാലും ശോഭ ചേച്ചിന്റെ ഇലക്ഷൻ പ്രചരണം കണ്ട സമയത്ത് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഇലക്ഷൻ പ്രചരണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പുള്ളിക്കാരി തന്നെ പാലക്കാട് ജയിക്കും എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ഫൂട്ടേജ് ഒന്ന് കാണിച്ചു തരാം. എന്താ ജനം നോക്കി നിങ്ങൾ. ഇത് BJPന്റെ സംസ്ഥാന സമ്മേളനം നടക്കല്ലേ കേട്ടോ. ശോഭാ സുരേന്ദ്രന്റെ ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് തടിച്ചുകൂടിയ ആൾക്കാരാണ് നമ്മളിപ്പോ കണ്ടത്. ഇത് കണ്ടാണെങ്കിൽ ആരെങ്കിലും പറയോ ശോഭാ സുരേന്ദ്രൻ തോറ്റു തൊപ്പി ഇട്ടു എന്നുള്ളത്? ഒന്നും വേണ്ട, ആ തടിച്ചുകൂടി ആൾക്കാർ തന്നെ വോട്ട് ചെയ്താൽ മതി. ശോഭാ സുരേന്ദ്രന് സുഖമായിട്ട് പാലക്കാട് ജയിച്ചു വരാം. അത്രയും ജനം ഉണ്ടല്ലേ. അല്ല, എനിക്ക് ചോദിക്കാനുള്ളതൊന്നുമല്ല, ഈ തടിച്ചുകൂടി ആൾക്കാരൊന്നും ശോഭ ചേച്ചിക്ക് വോട്ട് ചെയ്തില്ലേ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഇനിയിപ്പോ ആളെ കൂട്ടാൻ വേണ്ടി ബംഗാളിൽ നിന്നിട്ട് ആൾക്കാരെ ഇറക്കുമതി ചെയ്തതാണോ? അല്ല, ചില്ലറ വോട്ടിനൊന്നല്ല തോറ്റത്. 12,000 പുറത്ത് വോട്ടിന് തോൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ചെറിയ തോൽവിയല്ലല്ലോ, വലിയ തോൽവി തന്നെയാണത്. എന്നാലും എന്റെ ഡൗട്ട് അതല്ലേ ചേച്ചി, ഈ കണ്ട ആൾക്കാരൊക്കെ ഇവിടെ പോയി എന്നുള്ളതാണ്. എന്റെ ഫലമായ സംശയം ഇവരൊക്കെ പൈസ കൊടുത്തിറക്കിയതാണെന്നുള്ളതാണ്. ആളൊന്നൊരു 100 രൂപ വെച്ചങ്ങ് കൊടുത്തിട്ടുണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ വോട്ടായി മാറേണ്ടതല്ലേ. അതൊക്കെ എവിടെ പോയി ശോഭ ചേച്ചി? അല്ല, ശരിക്കും പറഞ്ഞാൽ ശോഭ ചേച്ചി ഇത്രയും കൂടുതൽ വോട്ടിന് തോൽക്കേണ്ട ഒരാളല്ല. എനിക്ക് തോന്നുന്നു ഇത്രയും വോട്ടിന് പുള്ളിക്കാരി തോൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വോട്ടെടുപ്പിന്റെ തലേ ദിവസം പുള്ളിക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഏത് ഒരു അമ്മച്ചിക്ക് പൈസ കൊടുത്ത് വോട്ട് മറിക്കാൻ നോക്കിയൊരു സംഭവം ഉണ്ടല്ലോ. അത് UDF പ്രവർത്തകർ തന്നെ ഒളിക്യാമറ വെച്ച് പിടിച്ച് പബ്ലിക് ആക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ശോഭ ചേച്ചി നല്ലോണം നാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു സംഭവം കൊണ്ടും കൂടിയാണ് ഇത്ര വോട്ടിന് പുള്ളിക്കാർ തോൽക്കാൻ കാരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്ര വോട്ടിന് തോൽക്കില്ലായിരുന്നു. 1000-ഓ 2000-ഓ ഒക്കെ വോട്ടിന് തോൽക്കുമായിരുന്നുള്ളൂ. 10,000-ന് പുറത്ത് വോട്ടിനൊക്കെ തോൽക്കണം എന്നുണ്ടെങ്കിൽ അതും ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഞാൻ ഉറ്റുനോക്കിയ മണ്ഡലങ്ങളാണെന്നുമല്ല കേട്ടോ. നമ്മുടെ അഖിൽ മാരാരുടെ മണ്ഡലമായിട്ടുള്ള തൃക്കാക്കര, അഞ്ജലി നായരുടെ മണ്ഡലമായിട്ടുള്ള തൃപ്പൂണിത്തറ, അതുപോലെ തന്നെ ആദിലാടി നായരുടെ മണ്ഡലമായിട്ടുള്ള ഏറ്റുമാനൂർ, പിന്നെ നമ്മുടെ വണ്ണൻ്റെ റോബിന്റെ മണ്ഡലമായിട്ടുള്ള കൊല്ലം കുണ്ടറ. ഇവിടൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ആകാംക്ഷയിലായിരുന്നു ഞാൻ. ആ ഒരു ആകാംക്ഷയോട് കൂടി തന്നെയാണ് രാവിലെ തൊട്ട് ഞാൻ ന്യൂസ് ചാനലുകൾ കണ്ടത്. അല്ലെ, ഇവരൊക്കെ 8 നില പൊട്ടുമെന്നുള്ളത് എനിക്ക് അറിയാം. അത് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ ന്യൂസ് കണ്ടത്. പക്ഷെ എത്രത്തോളം വോട്ടിന് പൊട്ടുമായിരുന്നുള്ള എന്ന കാര്യം മാത്രമേ അറിയേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും വല്ലാത്തൊരു തോൽവിയായിരുന്നു ഇവരുടേത്. ഒരുവിധം എല്ലാം 10,000-ന് പുറത്തുള്ള വോട്ടിനാണ് പൊട്ടി പാളീസായത് അല്ല, അവർക്കത് വേണം. കാരണം അമ്മാതിരി ഷോ ഓഫ് ആയിരുന്നു എല്ലാം കൂടി സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. എസ്പെഷ്യലി അഖിൽമാരൊക്കെ ഇവനൊക്കെ തോൽക്കണമെന്ന് കേരളം മൊത്തം ആഗ്രഹിച്ചു കാണും. അമ്മാതിരി ഷോ ഓഫ് ആയിരുന്നു നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് ഓരോരുത്തരായിട്ട് തന്നെ പരിശോധിച്ച് നോക്കാം. ആദ്യത്തേത് ജസ്റ്റ് നമ്പർ 1 അഞ്ജലി നായർ. നമുക്ക് ആദ്യം ഇലക്ഷൻ പ്രചരണത്തിന് സമയത്തുള്ള പുള്ളിക്കാരുടെ ഒരു തള്ളൊന്ന് കണ്ടുനോക്കാം. ചക്കയ്ക്ക് മെയ് 4-ാം തീയതി ഒരു രുചി.
അതെ അതെ, നല്ല രുചിയുണ്ട് ചക്കക്ക്. പക്ഷെ എന്ത് ചെയ്യാനാണ് ചേച്ചി, മെയ് 4 എത്തിയപ്പോഴേക്കും ആ ചക്കക്കുള്ളിൽ അങ്ങ് വെള്ളം കയറിപ്പോയി. അതോടെ ചീഞ്ഞ നാര് അതിനുള്ളിലുള്ള മധുരം കൂടി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ആ ചക്കക്ക് പ്രത്യേകിച്ച് മധുരമൊന്നുമില്ല, നല്ല കെട്ട ചോയാണ്. സാരില്ല, പോട്ടെ. ചക്കല്ലേ, വെള്ളം കയറുന്നതും ചീയുന്നതൊക്കെ സ്വാഭാവികമാണ്, അതിനങ്ങനെ കണ്ടാ മതി. ഇനി അടുത്ത തളന്ന് കണ്ടോക്കാം. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തിട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണേള്, എപ്പോഴും പറയുന്ന ഡയലോഗ്. അവൾക്ക് രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്, ഇവിടെ മന്ത്രിയാവുന്ന. ഞാൻ ചെറുപ്പത്തിലെ കഥ കേട്ടോ പറയണേ. പിന്നെ അത് തുടർച്ചയായിട്ട് അച്ഛൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മന്ത്രിയാവും, എന്നെ കളിയാക്കുക അച്ഛൻ. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നപ്പം എനിക്ക് അച്ഛൻ പറഞ്ഞ കാര്യം ആലോചിച്ച, അച്ഛൻ അതൊരു മാനിഫെസ്റ്റേഷൻ പോലെ ചെയ്തത് കൊണ്ടാണോ, ഉള്ളിൽ അത്രയും എവിടെയെങ്കിലും അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, ഇതൊന്നും ഞങ്ങൾ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇത് വന്നപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നേ. അപ്പൊ ഞാൻ പിന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തു, ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാനിപ്പോ ഇതിൽ നിൽപ്പുണ്ട്. അതെ അതെ, എന്തായാലും അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു. മോള് മന്ത്രി ആവുകയും ചെയ്തു, മോളുടെ പാർട്ടി ഭരണത്തിൽ വരികയും ചെയ്തു. എന്നാലും അഞ്ജലിന്റെ അച്ഛ, നിങ്ങൾ ഇത് വല്ലാത്തൊരു ചെയ്തായി പോയി ചെയ്തത്. നല്ലപോലെ സിനിമയിൽ അഭിനയിച്ച് നല്ലൊരു നടിയായി അറിയപ്പെട്ട് മുന്നോട്ട് പോകേണ്ട ഒരാളായിരുന്നു. ഒക്കെ വേണ്ടാത്ത ഓരോ ആശകളും നൽകി രാഷ്ട്രീയത്തിൽ ഇറക്കി ഒരു കോമളി വേഷം അങ്ങ് കെട്ടിച്ച്. ഇതോടെ നല്ല നടിയായി അറിയപ്പെടേണ്ട സ്വന്തം മോൾ ഒരു ട്രോൾ മെറ്റീരിയലായി മാറുന്ന പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ നാട്ടിൽ അണ്ടനും അടകോണ്ടനും വരെ മോളിട്ട് ഊക്കുന്ന അവസ്ഥയായി. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അച്ഛാ നിങ്ങൾക്ക്? നല്ല കഴിവുള്ള മോളല്ലേ, ആ കഴിവുകൊണ്ട് മോൾ അടിപൊളിയായിട്ട് ജീവിച്ചു പോവുകയുമായിരുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ? പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് കൂട്ടിയാൽ മതി. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. വരാനുള്ളത് എങ്ങനെയായാലും ഓട്ടോറിക്ഷ പിടിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അങ്ങനെ വിചാരിച്ചാൽ മതി അഞ്ജലി ചേച്ചി തൽക്കാലം. ഇനി അടുത്ത തള്ള കേട്ടോക്കാം. വോട്ട് ചോദിച്ച് ഒരു വീട്ടിൽ ഞാൻ പോയ സമയത്ത് അടുത്തുള്ളൊരു വീട്ടിൽ മരണം ഉണ്ടായെന്ന് അറിയുകയും, അവിടെ നമുക്ക് മരണം ഉണ്ടാവുമ്പം നമ്മുടെ പ്രോട്ടോക്കോളില് നമ്മൾ അവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ, ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ പോലും മാക്സിമം എത്താറുണ്ട്. ചില സമയത്ത് എത്താൻ പറ്റാത്തത് അടുത്ത ദിവസം കവർ ചെയ്യാറുണ്ട്. ഇതറിഞ്ഞ സമയത്ത് ഞാൻ അവിടെ പോയപ്പം കുറച്ചു നേരം ഞാൻ അച്ഛനെ നോക്കിയിരുന്ന് തിരിച്ചു നടന്നപ്പം അവിടുത്തെ അവരുടെ മകള് ആ ചേച്ചി എന്നോട് പറഞ്ഞത്, 9-ാം തീയതി ആവാൻ വേണ്ടിയിട്ട് അച്ഛൻ കാത്തിരിക്കുകയായിരുന്നു മോൾക്ക് വേണ്ടിയിട്ടൊരു വോട്ട് തരാൻ. അതിവിടെ നിന്നും ചർച്ചയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് അച്ഛൻ പോയി എന്ന് പറഞ്ഞു. അത്രയും പ്രായമുള്ള ഒരു അച്ഛൻ എനിക്ക് വേണ്ടി ദിനങ്ങൾ എണ്ണിക്കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൊത്തം തൃപ്പൂണിത്തുറ നാട് എനിക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ അഭിനയം കൊണ്ട് നടക്കില്ല. അതെ അതെ, അത് സത്യമാണ് ചേച്ചി. അതൊരിക്കലും ചേച്ചിന്റെ അഭിനയം കൊണ്ട് നടക്കില്ല. അത് തൃപ്പൂണിത്തറയിലെ ജനങ്ങളെ തന്നെ തെളിയിച്ച് കാണിച്ചു തന്നല്ലോ. 8 നില അങ്ങ് പൊട്ടിച്ചു തന്നു. ഇതോടുകൂടി തൃപ്പൂണിത്തറയിലെ ജനങ്ങൾ ചേച്ചിന്റെ കൂടാണെന്നുള്ള സത്യം ചേച്ചിക്ക് മനസ്സിലായല്ലോ. അത്രേ ഉള്ളൂ. എന്നാലുംല്ലേ, ഇത് വല്ലാത്തൊരു കൂടെ നിൽക്കലായി പോയി. ഇങ്ങനെ ഉണ്ട് ഒരു പൊട്ടലി. 10-20,000 വോട്ടിനാണ് ചേച്ചി പൊട്ടിയത്. വോട്ട് സാരില്ല, ഇനിയിപ്പോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ആ മരിച്ചുപോയ അച്ഛൻ്റെ ഒരു വോട്ടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഉള്ള സങ്കടത്തിൽ നിന്നും ഒരു വോട്ടിന് ആകാതെങ്കിലും അങ്ങോട്ട് കുറയ്ക്കാമായിരുന്നു അല്ലേ. സാരല്ലേ ചേച്ചി, അടുത്ത ആള് തള്ളിക്കാട്ടെ. 4-ാം തീയതി ഇപ്പൊ പടക്കം വാങ്ങാൻ പോയ ചേട്ടൻ ആരാണോ ആ കട മൊത്തം വാങ്ങിച്ചോണ്ട് വരണം, കാരണം നമുക്ക് വിജയിക്കാനുള്ള. ഓക്കെ, അപ്പൊ 4-ാം തീയതി കാണാം. 4-ാം തീയതി കഴിഞ്ഞ് കാണണം. അതെ അതെ, തീർച്ചയായും കണ്ടിരിക്കും. ചേച്ചി ഇപ്പൊ എവിടാണാവോ? അല്ല, ചേച്ചി എവിടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പടക്കക്കടയും കൊണ്ട് അങ്ങോട്ട് വരായിരുന്നു. എന്നിട്ട് ചേച്ചിയുടെ മുന്നിൽ തന്നെ വെച്ച് ആ പടക്കം പൊട്ട് ആഘോഷിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ചേച്ചി എവിടാണെന്നുള്ള ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാണെങ്കിൽ അങ്ങോട്ട് പടക്കം കൊണ്ട് വരാമായിരുന്നു. എന്തൊക്കെ തള്ളായിരുന്നു അല്ലേ. ഇപ്പൊ ചേച്ചി എവിടാണാവോ എന്തോ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. ചേച്ചി രാവിലെ ഏതമ്പലത്തിൽ പോയ? രാവിലെ പൂർണ്ണത്രേശൻ്റെ അടുത്ത് തുടങ്ങി, ചക്കംകുളങ്ങരയിൽ പോയി, പുത്തൻകുളങ്ങരയിൽ പോയി, മാറൻകുളങ്ങരയിൽ പോയി, വെട്ടിക്കാവ് ക്ഷേത്രത്തിൽ പോയി. 3 മണിക്ക് രാവിലെ ഇത് ചേച്ചി ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞ കാര്യമാണ് കേട്ടോ. ആ സമയത്ത് ചേച്ചി രാവിലെ തൊട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയതാണ്. 10-20 അമ്പലങ്ങളിൽ പോയി ചേച്ചി തൊഴുതു. പക്ഷെ ഒരു കാര്യമില്ല, ദൈവം പോലും ചേച്ചിയുടെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് കൂട്ടിയാൽ മതി കുട്ടിയെ. എന്തായാലും തൽക്കാലം നമുക്ക് ജസ്റ്റ് നമ്പർ 1 അവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് നമ്പർ 2 പോകാം. അത് മറ്റാരുമല്ലേ, ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ആതിരാടി നായർ. പുള്ളിക്കാരിയുടെ മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥി 20,000-അടുത്ത് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. നമുക്ക് എന്തായാലും പുള്ളിക്കാരന്റെ ഇലക്ഷൻ പ്രചരണത്തിന് സമയത്തുള്ള തള്ളൊന്ന് കേട്ടോക്കാം. വോട്ട് ചെയ്യാൻ വന്നപ്പോൾ പോലും ജനങ്ങൾ ഒരുപാട് സപ്പോർട്ടും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്? അത് മാത്രം അൺപ്രഡിക്റ്റബിൾ ആണ്. അത് നമ്മൾ പറയുന്നതേ ശരിയല്ല. അത് ഞാൻ പറഞ്ഞ പോലെ ജനങ്ങളും ഈശ്വരനും തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അത് മെയ് 4 ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഞാനും അതുകൊണ്ട് ഒന്നും മനസ്സിലൊരു പ്രഡിക്ഷൻ ഒന്നും വെച്ചിട്ടില്ല. എത്ര കിട്ടുന്നോ അത്രയും ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്നല്ലേ അർത്ഥം. അത്രേ ഉള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. താങ്ക് യു. ഇങ്ങനെ ജനങ്ങൾ ആദരിച്ചേച്ചിന് കൂടെ നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ. സത്യം, എത്ര ജനങ്ങളാണ് ആദരിച്ചേച്ചിന് കൂടെ നിന്നിട്ടുള്ളത്. 10-20,000 വോട്ട് ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയത്. അങ്ങനെ കാരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ആദരിച്ചേച്ചിന് കൂടെ നിന്നത് കൊണ്ടാണല്ലോ അങ്ങനെ കയറിയത്. എന്തായാലും കൊള്ളാൻ ചേച്ചി. ഏറ്റുമാനൂരിൽ ചേച്ചിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതിന് വേണൊരു യോഗം. എന്തായാലും അടുത്തതുള്ള പറഞ്ഞാട്ടെ. ഞാൻ MLA ആയി ജയിച്ചു വന്നാൽ ഞാൻ അതൊക്കെ തന്നെയായിരിക്കും ചെയ്യും. പരാജയം എന്നുള്ളതിലുപരി അവർക്ക്
ആളുകളെ ബോധിപ്പിക്കണം. അതായത് കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും എല്ലാം കേരള സർക്കാരാണ് തരുന്നതെന്നും ഒരു എന്താ പറയുക, ആ തരത്തിലൊരു തോട്ട് മനുഷ്യരുടെ ഉള്ളിൽ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ മറച്ചു പിടിക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? ഇപ്പോൾ എന്താ, അതിപ്പോൾ അതിന് കുറേ എക്സാമ്പിൾസ് നമുക്കിപ്പോൾ ഇതിനോടൊക്കെ തന്നെ വാർത്തകളിൽ വന്നിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പരാജയം തന്നെയാണ്. അപ്പം ഞാൻ ഇപ്പം കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ MLA ആയി ജയിച്ചു വന്നാൽ ഞാൻ അതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. നമുക്ക് കേന്ദ്ര സർക്കാർ തന്നിട്ടുള്ളതൊക്കെ കേരള സർക്കാരിൽ നിന്ന് ഞാനത് ചെയ്തു കൊടുക്കും ആളുകൾക്കായിട്ട്. ഇനിയിപ്പോ എന്തായാലും ഞാൻ തൽക്കാലം അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കേന്ദ്ര സർക്കാരൊന്നും ഈ സഹായം കേരളത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല കുട്ടിയെ. തൽക്കാലം നീ വീട്ടിൽ റീൽസ് ഒക്കെ കളിച്ചിരിക്കും. അതാണ് നിനക്ക് പറ്റിയ പരിപാടി എന്ന് പറയുന്നത്. അത് കണ്ടറിഞ്ഞ് നിന്നെ ഏറ്റുമാനൂരുള്ള ആൾക്കാർ തോൽപ്പിച്ചു വിട്ടതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഒരു കാര്യത്തിൽ എനിക്ക് കുട്ടിയോട് റെസ്പെക്ട് ഉണ്ട് കേട്ടോ. ഈ അഞ്ജലി നായരും അഖിൽമാരൊക്കെ തള്ളുന്ന പോലെ ഞാൻ എന്തായാലും ജയിക്കുന്നുള്ള തള്ളൊന്നും ഈ പെണ്ണ് തള്ളിയിട്ടില്ല. വിവരക്കേടുകൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ ഞാൻ ഉറപ്പായും ജയിക്കുന്നുള്ള തള്ളൊന്നും ഈ പെണ്ണ് തള്ളിയിട്ടില്ല. ആ കാര്യത്തിൽ എനിക്ക് ഈ പെണ്ണിനോട് റെസ്പെക്ട് ഉണ്ട്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത നമ്മൾ പോകുന്നത് കൊല്ലം കുണ്ടറയിലേക്കാണ്. അവിടുത്തെ NDA സ്ഥാനാർത്ഥി ആരാ വൺ ആൻഡ് ഓൺലി റോബിൻ രാധാകൃഷ്ണൻ. റോബിന്റെ മണ്ഡലത്തിൽ UDF 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. എന്തായാലും ഇത്രയും ആഴ്ചക്ക് ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്തുള്ള റോബിന്റെ തള്ളും നമുക്ക് കണ്ടോക്കാം. നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നാട് നന്നായി കാണണം എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. ഞാൻ ഈ മണ്ഡലത്തിലെ ആളല്ല, പക്ഷെ ഞാൻ ഈ മണ്ഡലത്തിൽ വന്ന് ഞാൻ ഇവിടെ താമസിച്ചാതെ എനിക്ക് ഇനി ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകി ഇന്ററാക്ട് ചെയ്ത് ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു മാതൃക മണ്ഡലമാക്കാനാണ് എന്റെ. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല റോബിനെ. കൊല്ലത്തെ വേറെ എവിടെയുള്ള നീ ഇടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ മാത്രം കുണ്ടറ കാണുന്ന നീ അവിടുന്ന് താമസം മാറി കുണ്ടറയിൽ വന്ന് താമസിക്കുക, അവിടുത്തെ ജനങ്ങളെ സേവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല റോബിനെ. അതുകൊണ്ട് തൽക്കാലം നിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് കുണ്ടറയിലെ ജനങ്ങളെ തന്നെ നിന്നെ തോൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. നീ തൽക്കാലം അത്രയും ബുദ്ധിമുട്ടി കുണ്ടറയിൽ വന്ന് താമസിക്കേണ്ട എന്നുള്ളതാണ് കുണ്ടറയിലെ ജനങ്ങൾ പറയുന്നത്. എന്ത് പറയാനാണ്, എന്ത് നല്ല ജനങ്ങളാണല്ലേ കുണ്ടറയിലുള്ളത്. അവർ പോലും ആഗ്രഹിക്കുന്നത് റോബിൻ അത്രത്തോളം കഷ്ടപ്പെടേണ്ട എന്നുള്ളതാണ്. റോബിൻ വീട്ടിൽ ഇരുന്നോട്ടെ എന്നുള്ളതാണ്. അതാവണമെടാ ജനങ്ങൾ, അതായിരിക്കണമെടാ ജനങ്ങൾ. ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യമേ തന്നെ പാർട്ടിയോട് ഞാനൊരു വലിയ നന്ദി പറയുന്നു. നിങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. സോ അതിൽ ഒരുപാട് സന്തോഷം. അതെ, വീട്ടിലെ അംഗത്തെ പോലെ ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ് റോബിൻ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് അവർ റോബിൻ ചേട്ടനെ വീട്ടിലിരുത്തിയത്. അതാണ് അവർക്ക് റോബിൻ ചേട്ടനുള്ള സ്നേഹം എന്ന് പറയുന്നത്, അല്ലെ റോബിൻ ചേട്ടൻ? എന്താണ് റോബിൻ ചേട്ടൻ ബാക്കി പറഞ്ഞിട്ട്? പലർക്കും അറിയായിരിക്കും എന്റെ അമ്മയ്ക്ക് വയ്യ, അമ്മ ആക്ച്വലി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എനിക്ക് ഇവിടെ കുട്ടയിൽ മണ്ഡലത്തിൽ കിട്ടുന്നെന്ന് പറഞ്ഞാൽ ആ ദിവസം മുതൽ എന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അമ്മയുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണ്. പക്ഷെ എന്നിരുന്നാലും പല ദിവസങ്ങളിലും ഇവിടെ രാത്രി ക്യാമ്പയിൻ കഴിഞ്ഞ് ഞാൻ രാത്രി അവിടെ പോയി അമ്മേനെ കണ്ടിട്ട് തിരിച്ചു വരാറുണ്ട്. എന്തോരം ബുദ്ധിമുട്ടുകളാണ് റോബിൻ ചേട്ടൻ അനുഭവിച്ചത്, പ്രത്യേകിച്ച് ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത്. നിങ്ങൾ കേട്ടില്ലേ, അമ്മക്ക് സുഖമില്ലാണ്ടായി. റോബിൻ ആണെങ്കിൽ ഇലക്ഷൻ പ്രചരണം നടത്താതിരിക്കാനും പറ്റൂല. അങ്ങനെ റോബിൻ ചേട്ടൻ ചെയ്ത പരിപാടി എന്താണ്, രാവിലെ തൊട്ട് രാത്രി വരെ ഇലക്ഷൻ പ്രചരണത്തിന് പോകും, ബാക്കിയുള്ള സമയം അമ്മേന്റെ കൂടെ സ്പെൻഡ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അമ്മയെ നോക്കാൻ പോലും റോബിന് സമയം കിട്ടിയിരുന്നില്ല. എന്താണ് കാര്യം, ഇലക്ഷൻ പ്രചരണം തന്നെ. അങ്ങനെയുള്ള റോബിൻ ചേട്ടൻ MLA ആക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. റോബിൻ ചേട്ടന്റെ തിരക്കുകൾ പിന്നെയും കൂടും, പിന്നെയും അമ്മയെ നോക്കാൻ റോബിൻ ചേട്ടന് സമയം കാണത്തില്ല. അതിനും ഭേദം റോബിൻ ചേട്ടൻ പൊട്ടുന്നതാണ്. അതാവുമ്പോ റോബിൻ ചേട്ടന് കുറെ കാലം വീട്ടിലിരിക്കാം, അമ്മയെ പരിചരിക്കാം. എന്തുകൊണ്ടും റോബിന്റെ കുടുംബത്തിന് നല്ലത് അതാണ്. ഏതൊരു അമ്മയാണെങ്കിലും വയസ്സാം കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ്, സ്വന്തം മക്കൾ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, അല്ലെ? പ്രത്യേകിച്ച് രോഗസമയത്ത്. എന്തായാലും ആ അമ്മന്റെ ആഗ്രഹം പോലെ അത് നടന്നു എന്നുള്ളതാണ്. റോബിന് ഇനി ശിഷ്ടകാലം അമ്മയെ ശുശ്രൂഷിച്ച് വീട്ടിലിരിക്കാം. എന്തായാലും റോബിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി റോബിനെ പൊട്ടിച്ച കുണ്ടറക്കാർക്ക് ഒരുപാട് നന്ദി. നമ്മുടെ റോബിൻ ചേട്ടന് വേണ്ടി ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തിയെങ്കിലും നിങ്ങൾ ചെയ്തല്ലോ. നന്ദിയുണ്ട് കുണ്ടറക്കാരെ, നന്ദിയുണ്ട്. ബാക്കി പറഞ്ഞോട്ടെ എന്തായാലും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ അമ്മയുടെ ഹെൽത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ പറയാ, 2026 ഇന്ന് ഏപ്രിൽ 3-ാം തീയതിയാണ്. ഇന്ന് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള കിരൺജി ഇവിടെ വരെയാണ്. ഇപ്പൊ 2026 മെയ് 4-ാം തീയതി നമ്മൾ വിജയിച്ചതിന് ശേഷം 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി കുണ്ടറയിലെ മണ്ഡലത്തിന് കാലുകുത്തിയിരിക്കും. ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല റോബിന്. ഗുജറാത്തിൽ കിടക്കുന്ന പ്രധാനമന്ത്രി എങ്കിൽ കേരളത്തിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ? അല്ലെങ്കിലേ ഇനി ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. നിനക്ക് കുണ്ടറയിലേക്ക് താമസം മാറണം, സുഖമില്ലാത്ത അമ്മയെ ശുശ്രൂഷിക്കണം, അതിന്റെ കൂട്ടത്തിൽ മന്ത്രിയും കൂടി കുണ്ടറയിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് എനിക്ക് വല്ലാത്ത വയ്യാവേലിയാവും. അതുകൊണ്ട് ഞാൻ അതിനൊന്നും വെനക്കാടാൻ നിൽക്കേണ്ട റോബിനെ. തൽക്കാലം വീട്ടിൽ കുത്തിരുന്ന കേട്ടോ. നീ നിന്റെ അമ്മയൊക്കെ നോക്കി, നീ കുറച്ചു കാലം നിന്നെ വീട്ടുകാരെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യും. തൽക്കാലം ഇവിടെ കുണ്ടറയിലെ ജനങ്ങളുടെ കാര്യം നോക്കാൻ വേറെ ആൾക്കാരുണ്ട്, അത് UDF നോക്കിക്കോളും കേട്ടോ. എന്നാൽ എണ്ണം ബാക്കി പറഞ്ഞാട്ടെ. ഒന്നുമില്ല, ഞാൻ എങ്ങനെയാണോ അങ്ങനെ നിൽക്കുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തോ. കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മുടെ ചിഹ്നമാണ്. താങ്ക് യു. അതെ, വല്ലാത്തൊരു ഇമ്പാക്ട് ആയി പോയത്. വെറും 3 സീറ്റ്.
എന്തായാലും ഇമ്പാക്ട് ഇത്രയ്ക്ക് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ. അല്ല, ഒരു തരത്തിൽ നോക്കുമ്പോൾ അതൊരു ചെറിയ ഇമ്പാക്ട് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് ഒരു സീറ്റ് പോലും എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതിൽ നിന്നാണല്ലോ 3 സീറ്റെങ്കിലും BJPക്ക് കിട്ടിയത്. അത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഇമ്പാക്ട് അവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ, അതിന് കുറ്റം പറയാൻ പറ്റൂല. എന്തായാലും റോബിൻ ചേട്ടൻ അവിടെ നിൽക്കട്ടെ. റോബിൻ ചേട്ടന് കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ കുറെ ഓടി നടന്ന് നോക്കാനുണ്ട്. അതുകൊണ്ട് മൂപ്പര് നമുക്ക് അതിനെ വയ്ക്കി വിടാം. ഇനി നമുക്ക് നമ്മുടെ നായകനിലേക്ക് വരാം. ആരാണത്? തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഖിൽ മാരാർ. ഇന്ന് വോട്ടെണ്ണലിന് മുന്നോടിയായിട്ട് അഖിൽ മാരാർ ഇന്നൊരു രാവിലെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. അപ്പൊ എല്ലാവരും ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും. റിസൾട്ടൊക്കെ ആഘോഷിക്കും, ഞങ്ങളും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. നിങ്ങൾ ആശുപത്രിയിൽ വന്ന് കാണണമെന്നുണ്ടായിരുന്നു, ആശുപത്രിയിലായി. അപ്പൊ ആഘോഷിക്കേ. ഇനിയിപ്പോ എന്തോന്ന് ആഘോഷിക്കാന്? അണ്ണൻ 8 നില പൊട്ടിയില്ലേ? അണ്ണന്റെ മണ്ഡലത്തിൽ 50,000 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയത്. എന്നാലും അണ്ണൻ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി തോക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ഭാര്യയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയതാണോ? അല്ല, അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല. അഖിൽ മാരാറാണ് ആള്. ഊടായ്പ കണ്ടുപിടിച്ച മനുഷ്യനാണ്. എന്റെ ഫലമായ സംശയം തോക്കുമെന്ന് അറിഞ്ഞ് മുൻകൂട്ടി കണ്ട് മൂപ്പര് ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണെന്നുള്ളതാണ്. എന്തായാലും വേണ്ടില്ല, ഇനി കുറച്ചു കാലത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്നും വെളിയിൽ ഇറങ്ങേണ്ട അഖിൽ മാരാറെ. അവിടെ തന്നെ കുത്തിരുന്നോ, എന്തെങ്കിലും രോഗത്തിന് പേരും പറഞ്ഞ് അവിടെ കുറച്ചു കാലം കഴിച്ചു കൂട്ടിക്കോ. എന്നിട്ട് മെല്ലെ ഇലക്ഷന്റെ ആരോഗ്യ കെട്ടടങ്ങിയതിനു ശേഷം മെല്ലെ പുറത്തിറങ്ങിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാണെങ്കിൽ അവർ നിന്നെ കൂക്കി വിളിക്കും. അത് നിനക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് അവിടെ തന്നെ തൽക്കാലം നിന്നോ. രാത്രി ആൾക്കാരൊക്കെ വീട്ടിൽ കയറിയതിന് ശേഷം മാത്രം ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്കാണ് നാണക്കേട്. കാരണം ചില്ലറ വോട്ടിനൊന്നും നീ പൊട്ടിയത്. അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഇലക്ഷൻ പ്രചരണത്തിന് സമയത്തിന് പിന്നെ ചില തള്ളുകൾ നമുക്ക് നോക്കാം. സുരേഷ് ഗോപി എല്ലാവരോടും പറഞ്ഞത് ഇത്തവണ 2 ലക്ഷത്തോളം ഭൂരിപക്ഷം കിട്ടുമെന്ന്. അവിടെ 80 കിട്ടി. അത് TM പ്രതാപൻ ആയിരുന്നെന്ന് കരുതിയിട്ട് 2 ലക്ഷം പറഞ്ഞു. TM പ്രതാപനായിരുന്നു 2 ലക്ഷം കിട്ടിയത്. KM മുരളീധരൻ പദ്ധതി കൊണ്ടാണ് ആ ഭൂരിപക്ഷം കുറഞ്ഞതെന്നാ പുള്ളി പിന്നീട് പറഞ്ഞത്. അതേ കണക്ക് ഞാൻ ദാ ഇവിടെ പറയുന്നു. ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ BJP കാരിയായിരിക്കും. തൃക്കാക്കര എവിടെ ഇരിക്കാൻ? തൃക്കാക്കരയിലെ BJP കാര് വിശ്വസിക്കും, പുറത്തുള്ള BJP കാര് വിശ്വസിക്കത്തില്ല. ഒരു മീഡിയ വിശ്വസിക്കത്തില്ല. പലരും തർക്കിക്കും. ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുഴപ്പമറിയോ, ഞാൻ തോക്കുമെങ്കിൽ തോക്കുമെന്ന് പറയുന്ന ആളാണ്. എനിക്കത് കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത സത്യം, ആൾക്കാരുടെ ഫീലിങ്സ്, ആൾക്കാരെന്താണ് ആഗ്രഹിക്കുന്നത്, അതായത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അതിശക്തമായി ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ഞാൻ കണ്ടത്. അത് സംഭവിച്ചിരിക്കും. ഞാൻ കുറച്ചെൻ്റെ ഭൂരിപക്ഷം പറയാം. അല്ല, ഭൂരിപക്ഷം കൂടി പറയാം. ഇപ്പഴല്ല, ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാലേ ഉള്ളൂ. അതെ, ഭൂരിപക്ഷം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. 50,000 വോട്ടിന് ഭൂരിപക്ഷം. 50,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ UDF വിജയിച്ച് കയറിയിരിക്കുന്നു. എന്തായാലും അഖിൽ പറഞ്ഞൊരു കാര്യം സത്യമാണ്. ജനങ്ങൾ ചേഞ്ച് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ ചേഞ്ചിന് വേണ്ടി ജനങ്ങൾ LDFിൽ നിന്നും UDFിലേക്ക് മാറ്റിക്കുത്തി. അത്രേ ഉള്ളൂ. എന്തായാലും ചേഞ്ചിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ചാണകക്കുയിലേക്ക് എടുത്ത് ചാടത്തിൽ അഖിൽ മാരാർ. ഇനി അത് വ്യാമോഹിക്കേണ്ട. നിന്നെ അടക്കമുള്ളവർ ഇവിടുത്തെ ജനങ്ങൾ പൊട്ടിച്ചു വിട്ടിട്ടുണ്ട്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും എന്തൊക്കെ തള്ളായിരുന്നില്ല ഇവൻ തള്ളിയിരുന്നത്. ഇവനെ കുറിച്ച് 24 ന്യൂസിൽ ആശയം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു. അതാകെ ഞാൻ ഉറപ്പ് ജയിക്കുന്ന ഒറ്റ സ്ഥാനത്ത് കേരളത്തിലുള്ളൂ. അഖിൽ മാരാർ ജയിക്കുന്നു ഉറപ്പിച്ചു പറയുന്നത് ഒറ്റ സ്ഥാനാർത്ഥി ഉള്ളൂ. അതേ തന്നെ പറയുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാക്കി എല്ലാവർക്കും അറിയാൻ നോക്കുന്നു. അഖിൽ മാരാർ പറയുന്നത് മാത്രമല്ല PV ശ്രീനിജൻ വേണമെങ്കിൽ ഒരു 0 കൂടി ആകാമെന്ന് പറഞ്ഞു അതിന്റെ അവസാനം. പിന്നെ ശരത്ചന്ദ്ര പ്രസാദ് വോട്ടിന് താൻ ജയിക്കുമെന്ന് പറഞ്ഞു. അഖിൽ മാരാർ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കുന്നു പറയുക. അഖിൽമാരുടെ ട്രോള മാത്രം എന്തിരിക്കുന്നു. മൂപ്പര് വാ തുറന്നാൽ തന്നെ സെൽഫ് ട്രോളൽ. ഇങ്ങനെ ഒരു ബെഡലെ ചെങ്ങായി ഇഷ്ടം. എന്തായാലും മൂപ്പര് ഇലക്ഷൻ പ്രചരണ തള്ളുകൾ നമുക്കൊന്ന് കേട്ടോക്കാം. നിയോജക മണ്ഡലം NDA പിടിച്ചെടുത്തിരിക്കും. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നും ഇവിടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. അതെ, നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു കേട്ടോ. എന്നാൽ എങ്ങനെയാണോ നിനക്ക് ഇത്ര കോൺഫിഡൻസ് കിട്ടുന്നത്? എനിക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാവുന്നില്ല. നിന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നീ 8 നില പൊട്ടുന്നുള്ളത്. നിന്റെ പാർട്ടിയിലെ ആൾക്കാർക്ക് പോലും അറിയാം നീ 8 നില പൊട്ടുന്നുള്ളത്. എന്നിട്ട് പോലും നിനക്ക് എവിടുന്നാണ് ഇത്ര കോൺഫിഡൻസ് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കുന്നു ഇഷ്ടാ? നിനക്കുള്ള കോൺഫിഡൻസിന്റെ 10-1 എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊക്കെ എവിടെയെങ്കിലും എത്തിയേനെ. അല്ലെ, നമുക്കൊരു സംഭവത്തെ കുറിച്ച് തോക്കുമെന്ന് അറിഞ്ഞിട്ടും ജയിക്കുമെന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് മൂപ്പർക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വല്ലാത്തൊരു ചങ്ങായി ഇഷ്ടാ. ബാക്കി പറന്തായാലും. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചു.
ബെസ്റ്റ്. നീ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ടർ ടിവിയിൽ ആരും വാർത്ത വായിച്ചു കേട്ടോ. നമുക്ക് എന്തായാലും റിപ്പോർട്ടർ ടിവിയിൽ ആരും വായിച്ച വാർത്ത ഒന്ന് കേട്ടോക്കാം. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJP-യിലും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020-ൽ വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,161. എവിടെ? തൃക്കാക്കരയിൽ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട. അഖിലേട്ട സന്തോഷമായല്ലോ അല്ലേ? അഖിലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അരുൺകുമാർ ന്യൂസ് വായിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി വായിക്കണോ? വേണമെങ്കിൽ വായിക്കാൻ കേട്ടോ. എന്തായാലും അഖിലേട്ട ഇനി ഞാനൊക്കെ കാത്തിരിക്കുന്നത് തോറ്റത്തിന് പിന്നാലെ ഇനി നിങ്ങൾ എന്ത് എക്സ്പ്ലനേഷനുമായി വരുമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി കാത്തിരിക്കുന്നത്. നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് വേണം ഇനി എനിക്ക് ഈ വിഷയത്തിൽ ഒരു വീഡിയോ കൂടി ചെയ്യാൻ. എന്തായാലും നിങ്ങളെ വെറുതെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താ നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.